അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കാൻ പോണേ ഹൗ ടു ഡു റോളിംഗ് സ്റ്റോപ്പി എങ്ങനെ അടിക്കാന്നുള്ളതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോണേ. അപ്പൊ നമുക്ക് നേരെ വീഡിയോക്ക് പോവാം. അപ്പൊ ഇതിന് ആദ്യം വേണ്ട സാധനം എന്താ വെച്ചാല് സേഫ്റ്റിയും കാര്യങ്ങളൊക്കെ ഉറപ്പുവരുത്തോട്ടോ. ആദ്യമായിട്ട് വേണ്ടി. രണ്ടാമത് വേണ്ടി എന്താ വെച്ചാല് ഫ്രണ്ട് ബ്രേക്ക് കുറച്ച് കട്ടക്കനെ വേണം. അങ്ങനെ നമ്മൾ വീഡിയോ എടുക്കുമ്പോഴാണ് നമ്മളെ സബ്സ്ക്രൈബേഴ്സ് എത്തി. ഓനെ നമ്മളപ്പോൾ ഇന്ന് ഫോട്ടോ എടുക്കണം പറഞ്ഞു. നമ്മളിന് ചാടൊന്നും കട്ടിയില്ല. ഷിമാനോ MT200. പിന്നെ ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ട് റോളിംഗ് സ്റ്റോപ്പ് ഏത് ബ്രേക്കാണ് ഏറ്റവും നല്ലതെന്നുള്ളത്. ഹൈഡ്രോളിക് ബ്രേക്കാണ് ഞാൻ പറയാം. കാരണം എന്താ വെച്ചാൽ ഹൈഡ്രോളിക് ബ്രേക്ക് ഒന്നും പവർഫുൾ ആണ്. ഹൈഡ്രോളിക് ബ്രേക്കിൽ തന്നെ ഷിമാനോ MT200 ആണ് ബേസിക് ലെവല്. അത് നിങ്ങൾക്ക് ഉപയോഗിച്ച് പഠിക്കാനായിട്ട് പറ്റും. അപ്പൊ ഞാനിവിടെ എടുത്ത ബ്രേക്ക് ഏതാ വെച്ചാൽ ഷിമാനോന്റെ ഹൈഡ്രോളിക് ബ്രേക്ക് MT200 ആട്ടോ. അപ്പൊ ഞാൻ ഇവിടെ എടുത്ത റൂട്ടർ ഏതാ വെച്ചാൽ ഷിമാനോന്റെ RT66 ആട്ടോ നമ്മൾ എടുത്ത റൂട്ടർ. ഇനി നമുക്ക് ബേസിക് ലെവലോട്ട് പോട്ടോ. അപ്പൊ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താ വെച്ചാൽ നോർമൽ സ്പീഡ് ആയിട്ടാ ഇങ്ങനെ ചെയ്യാൻ കഴിയുമെന്ന് നിങ്ങൾ ടെസ്റ്റ് നോക്കി. ഇപ്പൊ ഞാൻ കാണിച്ചെന്ന് ഈ സ്റ്റോപ്പ് ചെയ്യല് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പൊ അറിയാത്തവർക്ക് പ്രാക്ടീസ് ചെയ്ത് പഠിക്കട്ടോ. അപ്പൊ ഇതിന്റെ ബേസിക് റൂൾ എന്താ വെച്ചാൽ ഫ്രണ്ട് ബ്രേക്ക് പിടിക്കുമ്പോൾ തന്നെ പൊന്തും. അപ്പൊ കാലോണ്ടൊന്ന് പൊന്തിക്കാൻ ശ്രമിക്കുക. ചെയ്യേണ്ടി വെച്ചാൽ കുറച്ച് സ്പീഡ് വരിക. ഇങ്ങനെ മൂവ് ആവാൻ വേണ്ടി ശ്രമിക്കുക. ഇനി എന്താ ചെയ്യേണ്ടി വെച്ചാൽ ബ്രേക്ക് പിടിക്കുക റിലീസ് ചെയ്യുക അങ്ങനെ മൂവ് ആവാൻ വേണ്ടി ശ്രമിക്കുക. അപ്പൊ ഈ ഒരു സ്റ്റെപ്പുകളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്ക് റോൾ സ്റ്റോപ്പ് ചെയ്ത് നോക്കാം. എനിക്ക് നിങ്ങളോട് മെയിൻ ആയിട്ട് പറയാനുള്ള സേഫ്റ്റിയും കാര്യങ്ങളൊക്കെ ഉറപ്പുവരുത്തണം. ഇത് ഭയങ്കര ഡേഞ്ചറാണ്. അപ്പൊ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ നമുക്ക് അടുത്തൊരു സ്റ്റണ്ട് വീഡിയോയുമായി കാണാം. ഏത് ട്യൂട്ടോറിയലാണ് ഇനി ചെയ്യേണ്ടത് നിങ്ങൾ കമന്റ് ചെയ്യാം. അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ, സൈൻ ഔട്ട്.